മൂവി. ഐ മീൻ യു ക്യാൻ സീ ദ സെയിം ഫ്രം മൈ ഫേസ്. അത്രയ്ക്ക് നല്ല പടമാണ്, ഒരു ബോറടിയില്ല. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് യു ആർ കമ്മിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ബോയ്സിന് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. തിയേറ്ററിൽ മിസ് ചെയ്യാതെ തന്നെ തിയേറ്ററിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് കാണുക. നല്ല പടമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫാണ് ഏറ്റവും എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ലാസ്റ്റ് പൊളിയാണ്. പൊളി തൂക്കി കൊള്ളാം ബ്രോ, നല്ല സിനിമ. ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ അതേപോലത്തെ ഒരു ടെംപ്ലേറ്റാണ്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈറ്റ് സീൻസാണ്. ഫൈറ്റ് സീനും സൗണ്ടും അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ഉണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ചെറിയ റോളുള്ളവരും നല്ല രീതിക്ക് ചെയ്തു. നമ്മൾ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നിയില്ല. രണ്ട് സിനിമയായിട്ടേ തോന്നിയുള്ളൂ. കൊള്ളാം. ഇതും ഫസ്റ്റും ഇമോഷണലി ടച്ച് ആവുന്നുണ്ട്, ഇതും നല്ല രീതിക്ക് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് വന്നത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. നല്ല വാച്ച്, എല്ലാവരും വന്ന് കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. വന്ന് ഒരു ഫ്രണ്ട്സായിട്ട് തന്നെ കാണണം, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണണം. ഒരു ഫുള്ളി പാക്ഡ് അപ്പ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഹാഷറൊക്കെ ഒരു രക്ഷയില്ല. ഹാഷർ മാത്രമല്ല, എല്ലാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് മിക്കവരും ഉണ്ട്. അവരൊക്കെ നല്ലൊരു ഒരു ഒരു ഇൻട്രോ ആണ്. അവർക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ബ്രോ സൂപ്പർ പടം ബ്രോ. ആഷിറ എല്ലാം വേറെ ലെവൽ. ആഷിറൊക്കെ നമ്മളെ ഈ ഫോണിൽ ചെറിയ സ്ക്രീനിലല്ലേ കണ്ട, വലിയ സ്ക്രീനിൽ ആഷിറൊക്കെ കാണണം. ആഷിർ മാത്രമല്ല, അലനായാലും അജിനായാലും വിനായകൻ എല്ലാവരും അവർ ഇൻസ്റ്റയിൽ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് സ്ക്രീനിലും കാണാൻ തന്നെ അതേ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വാഴയേക്കാൾ എനിക്കിഷ്ടപ്പെട്ട വാഴ 2 തന്നെയാണ്. നല്ലൊരു മെസ്സേജസൊക്കെ സിനിമയിൽ തരുന്നുണ്ട്. അമീനും ഗ്യാങ്ങുണ്ട്, അമീനും നിഹാലൊക്കെ സൂപ്പറായിട്ട്. പിന്നെ സാബിറുണ്ട്, ശബരിയുണ്ട്, എല്ലാവരും നന്നായിട്ട് എല്ലാവരും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കിടിലം പടം തന്നെയാണ്. മൊത്തത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക്കും നന്നായിട്ട് തന്നെ പടത്തിൽ വർക്കൗട്ടായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തന്നെയാണ്. ഹാഷർ ഗ്യാങ് തൂക്കിയിട്ടുണ്ട്.